അയ്യോ, ഇങ്ങനെ വളിച്ച കോമഡികൾ പറഞ്ഞ് എന്നെ വെറുപ്പിക്കാതെ കൊച്ചു മുതലാളി. എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് വിളിച്ച കോമഡികളുണ്ട്, ഞാൻ വെറുപ്പിക്കട്ടെ? വേണ്ട, ഇനിയും അത് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല കൊച്ചു മുതലാളി. കരുത്തമ്മ, എടി ഞാൻ ഇന്നലെ മൊബൈൽ കമ്പനിയുടെ MD ആണ്. അതുകൊണ്ട് തന്നെ MD മുതലാളി എന്ന് വിളിച്ചാൽ മതി. ശരി തണ്ടി മുതലാളി. അയ്യോ സോറി, MD മുതലാളി. ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് തെറ്റിദ്ധരിക്കരുതേ. ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് വിചാരിക്കുകയും അരുതേ. പറയൂ കരുത്തമ്മ. എനിക്ക് കുറച്ച് രൂപ തരുമോ? അതായിരുന്നു, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. എന്തിനാ കരുത്തമ്മ രൂപ? എന്റെ അപ്പന് ഒരു മൊബൈൽ കച്ചവടം തുടങ്ങാനെ കൊണ്ട് എന്നെ ഓർത്തെങ്കിലും അങ്ങ് രൂപ തരണം. ഞാൻ പണം തരാൻ കരുത്തമ്മ. പക്ഷേ നിന്റെ അച്ഛൻ മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷനെല്ലാം എന്റെ കമ്പനിക്ക് തന്നെ തരില്ലേ കരുത്തമ്മ? തരും, തന്നിരിക്കും. വെറുതെ വേണ്ട, വെള്ളി വില തരാം. അതെന്താ വെള്ളി വില തരുന്നത്? പൊന്നു വില തന്നോടെ. പൊന്നിനിപ്പോ എന്താ വില? ശരി, കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. എങ്കിൽ സത്യം ചെയ്യും. അയ്യോ, അമ്മച്ചി മിസ് കോൾ അടിക്കുന്നേ. ഞാൻ പോയേക്കും വരാം. അയ്യോ കഴുത്തമ്മ, പോയി കഴുത്തമ്മ. ആ തള്ളക്ക് മിസ് കോൾ അടിക്കാൻ കണ്ടൊരു സമയം. വാലിഡിറ്റി ചെയ്തിട്ടും ഈ പഴയ മോഡൽ ഹാൻഡ്സെറ്റിനൊന്നും ഭൂമിയിൽ നിന്ന് എറേസ് ചെയ്ത് പോകാനായിട്ടില്ലേ? അതൊക്കെ പോട്ടെ, നേരം എടുത്തിട്ട് ഇത്ര സമയമായിട്ടും എന്റെ മൊബൈലിലേക്ക് ഒരു നല്ല കോള് പോലും വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ കടലമ്മയോട് തന്നെ ചോദിക്കാം. ഒരു നല്ല കോള് കടലമ്മേ, ഒരു നല്ല കോള് കടലമ്മേ, ഒരു നല്ല കോഴുതാ കടലമ്മേ, ഒരു നല്ല കോഴുതാ കടലമ്മേ. ഏതായാലും കരുത്തമ്മ പോയി. ഇനിയിപ്പോ നല്ല പെണ്ണിനൊന്ന് മിസ് കോൾ അടിച്ചു നോക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ഏത് സമയം നോക്കിയാലും പരിധിക്ക് പുറത്താ. ഇവൾക്കൊക്കെ ആരാണാവോ നല്ലവണ്ണെന്ന് പേരിട്ടത്? മുതലാളി, ആരാ അത്? ഞാനാ മുതലാളി, ചെമ്പകുഞ്ഞ. ചെമ്പകുഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെമ്പുകലത്തിലിട്ട് പുഴുങ്ങി പൊളിച്ച ഒരാളാണല്ലോ വരുന്നത്. ഞാനാ മുതലാളി. കറുത്തമ്മ അങ്ങയോട് ചോദിച്ച ആ കാശിന്റെ കാര്യം. എന്തിനാ ചെമ്പകുഞ്ഞെ ഇത്രയും കാശ്? അത് മുതലാളി, എനിക്ക് സ്വന്തമായൊരു മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷനെല്ലാം എന്റെ കമ്പനിക്ക് തന്നെയല്ലേ ചെമ്പകുഞ്ഞ്? അത് ഉറപ്പായിട്ടും കൊച്ചു മുതലാളിക്ക് തന്നെ. അപ്പൊ മുതലാളി അയ്യോ ഓ അമ്മേ, എന്ത് പറ്റി ചെമ്പകുഞ്ഞ്? അത് മുതലാളി, എന്റെ ഇൻബോക്സ് ഫുള്ളായെന്ന് തോന്നുന്നു. ഞാൻ ആ കടാപ്പുറത്തൊന്ന് പോയി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വരാം. കടാപ്പുറം വരെ എത്തുവാവോ? ആരാടാ ഈ പച്ചപ്പാതിരക്ക് പിച്ചോട്ട് പാടുന്നത്? ഈ റിയാലിറ്റി ഷോ വന്നതോടുകൂടി നാട്ടുകാർക്കൊക്കെ സംഗീതത്തെ പറ്റി നല്ല പിടിപാട്. ഇനിയിപ്പോ ചെവി കേൾക്കാത്ത ആരുടെയെങ്കിലും വീടിന്റെ മുന്നിൽ പോയിരുന്നു പാടാം. അതാകുമ്പോ പാട്ട് നിർത്താൻ പറയുന്നില്ല. സെറ്റുകൾ വേണ്ടവരെ മടി നിറയെ ക്യാഷ് കൊണ്ടുവരൂ, കൈ നിറയെ സല്ലു തന്നുവിടാം. 16 വയസ്സിലെ പയ്യന്മാർ ലൈനിട്ടും സിനിമാ നടിമാരുടെ കോതലുള്ള ഫോണുകളുണ്ട്. ഹൈ വേഗം വാ, വേഗം വാ, വേഗം വാ. മരക്കാന്മാരെ, മരക്കാത്തിമാരെ എല്ലാവരും കടന്നു വന്നാട്ടെ. 1000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള നല്ല ഇനം കമ്പനികളുടെ പുതിയ മൊബൈലുകൾ ഇവിടെ വിൽക്കപ്പെടുന്നു. വന്നാട്ടെ, കടന്നു വന്നാട്ടെ. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. വില കൂടിയ സെറ്റുകൾ വാങ്ങുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു ചൈന മൊബൈലുകൾ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇതിന്റെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് 10 സിം വരെ ഒരുമിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത,
സെറ്റിന് ശബ്ദം കൂടുതൽ ഉള്ളത് കൊണ്ട് കല്യാണ വീടുകളിൽ മൈക്ക് സെറ്റായി ഉപയോഗിക്കാവുന്നതാണ്. ബ്ലൂടൂത്ത്, റെഡ് ടൂത്ത്, ഗ്രീൻ ടൂത്ത് മുതലായ എല്ലാ പേക്കുത്തുകളും ഈ മൊബൈൽ വഴി നടത്താവുന്നതാണ്. ഇനി അഥവാ ഈ ചൈന സെറ്റിൽ എന്തെങ്കിലും കേട് വന്നാൽ ചൈനയിൽ പോയി മൊബൈൽ നന്നാക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. അതും സ്വന്തം ജനവിൽ. ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ വില വെറും 250 രൂപ മാത്രം. മരികാതി വരുവിൻ, വാങ്ങുവിൻ. അയ്യോ അപ്പാ, ഏതാണ് ഈ വരുത്തൻ? നമ്മുടെ കച്ചവടമെല്ലാം പൊളിഞ്ഞു. എല്ലാവരും അയാളുടെ അടുത്ത് നിന്നാ മൊബൈൽ വാങ്ങുന്നത്. അയാളെ ഓടിച്ചുവിടപ്പാ, ഓടിച്ചുവിട്. വേണ്ട മോളെ, അവൻ മിടുക്കനടി. കണ്ടില്ലേ എത്ര നന്നായിട്ട് അവൻ ആളുകളെ പറ്റിക്കുന്നത്. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മോളെ, നിന്റെ സിമ്മ് ഞാൻ അവന് കൊടുക്കാൻ തീരുമാനിച്ചടി. അയ്യോ, അപ്പൊ എന്റെ കൊച്ചു മുതലാളി? നിന്റെ കൊച്ചു മുതലാളി സ്വന്തമായി ഒരു കാർ ഡിസ്പ്ലേ പോലും ഇല്ലാത്ത അവൻ പോട്ടടി മോളെ. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാനും ഇവനും കൂടി ഈ നാട്ടുകാരെ പറ്റിച്ചൊരു കലക്കും. അയ്യോ മോനെ, ഇങ്ങ് വന്നേ. മോന്റെ വീട് എവിടാ? കുന്നംകുളം. കൊള്ളാം. മോനിപ്പോ എവിടുന്നാ വരുന്നേ? കുന്നംകുളം. അല്ല മോനെ, മോൻ ഈ മൊബൈലൊക്കെ എവിടുന്നാ ഇത്ര വില കുറച്ച് കിട്ടുന്നേ? കുന്നംകുളം. ആഹാ, അല്ല മോന്റെ പേരെന്താ? കുന്നംകുളം. അല്ല, പല്ലന്നി. അല്ല, നിനക്കെന്റെ മോളുടെ മോഡൽ പിടിച്ചിരിക്കണ എങ്കിലേ എന്റെ മോളുടെ ചാർജിനും പൗച്ചും നിനക്ക് തന്നാ നീ പൊന്നുപോലെ നോക്കുക. 6 മാസം വരെ ഞാൻ നോക്കും. അതെന്താ മോനെ ഈ 6 മാസം? ചേനക്കൊക്കെ 6 മാസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ അമ്മാവാ. ഈ 6 മാസം എങ്കിൽ സെയിൽ ഉറപ്പിക്കാവാ? ഉറപ്പിക്കാം. അതെ. മോന്റെ അച്ഛനും അമ്മയൊക്കെ എവിടാ? സ്വന്തമായിട്ട് ഒരു IMI നമ്പർ ഇല്ലാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അപ്പൊ ഫുട്പാത്താണല്ലേ? എന്നെ പോലെ തന്നെ. അതെ, മോൻ വീട്ടിലേക്ക് വാ. വയറ് നിറച്ച് റീചാർജ് ചെയ്തിട്ട് വരാം. പോവാം. കരുത്തമ്മ, അയ്യോ അയ്യോ, കരുത്തമ്മ, നീ എന്റെ വൈബ്രേറ്റ് ചെയ്യാണ് കരുത്തമ്മ. ഹോ, എന്റെ ടവറിന് കവറേജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ? ഒരിക്കലുമല്ല മുതലാളി. പിന്നെ എന്തിനാ നീ നിലവിളിക്കുന്നേ കരുത്തമ്മ? അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞ കണക്ഷൻ എന്റെ അപ്പൻ കുന്നംകുളം പളനിക്ക് മറിച്ചു വിട്ടു മുതലാളി. കരുത്തമ്മ, മറ്റൊരു സന്തോഷ വാർത്ത കൂടി. എന്താ കരുത്തമ്മ സന്തോഷ വാർത്ത? എന്റെ ചാർജറും പൗച്ചും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ പളനിക്ക് കൊടുക്കാൻ എന്റെ അപ്പൻ തീരുമാനിച്ചു കൊച്ചു മുതലാളി. ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ കരുത്തമ്മ? അങ്ങ് വിളിച്ചാൽ എവിടെ വേണമെങ്കിലും ഞാൻ ഇറങ്ങി വരാം. പക്ഷേ നേരം പുലരുമ്പോൾ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അതെന്തിനാ കരുത്തമ്മ? നാളെ എന്റെ വിവാഹമാണ്. കരുത്തമ്മ, മുതലാളി. കരുത്തമ്മ, നീ കല്യാണത്തിന് സമ്മതിച്ചോ കരുത്തമ്മ? എന്നെ കുറിച്ച് ആലോചിച്ച് അങ്ങ് വിഷമിക്കരുത്. നിന്നെ കുറിച്ചല്ല, നിന്നെ കിട്ടുന്ന പളനിയുടെ കാര്യം ആലോചിച്ചാണ് ഞാൻ വിഷമിച്ചത്. പാവം മനുഷ്യൻ. മുതലാളി, അങ്ങന്റെ കല്യാണത്തിന് വരുമ്പോൾ എന്ത് പ്രസന്റേഷനാണ് കൊണ്ടുവരുന്നത്? സ്നേഹം മാത്രം. എങ്കിൽ അങ്ങന്റെ കല്യാണത്തിന് ദയവ് ചെയ്ത് വരരുതേ. അതെന്താ കരുത്തമ്മ? വിളിക്കാത്ത കല്യാണത്തിന് അങ്ങയുടെ ഇളിഞ്ഞ മോന്തയുമായുള്ള വരവ് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. കരുത്തമ്മ, നീ കടാപ്പുറത്തിന് പോയാൽ ഞാനിവിടെ ഹെഡ്ഫോൺ പോലും ഇല്ലാത്ത എന്റെ കേടായ ഫോണിൽ ലൗഡ് സ്പീക്കറിലിട്ട് പാട്ട് കേട്ട് കേട്ട് ചെവി പൊട്ടി മരിക്കും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്ന് പറന്ന് ഇവിടെ അങ്ങയുടെ അടുത്തെത്തും. കരുത്തമ്മ, എന്താ മുതലാളി? ചത്താലും നീ എനിക്ക് സ്വയം തരില്ല അല്ലേ? അയ്യോ, അമ്മയ്ക്ക് മിസ് കോൾ അടിക്കുന്നേ. ടെൻഷൻ മറക്കാൻ ഇനി ആകെ ഒറ്റ വഴിയുള്ളൂ. ആരാടാ കിടന്ന് പോകുന്നത്? അയ്യോ, ഇങ്ങേർക്ക് ഉറക്കമില്ലേ?